ഹലോ, ഇതാ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സെഷനിലേക്ക് പോവാണ്. നമ്മൾ 2 മണിക്കൂർ ഹൗസ് ബോട്ടിങ്ങിന് പോവാം. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ ബോട്ട് യാത്ര എൻജോയ് ചെയ്യാൻ പോവാണ്. അത് അവിടെ നമ്മുടെ ബോട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ബോട്ടിലേക്ക് പോവാം. രാവിലെ തന്നെ 2 വാക്ക് പറയും. ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മളെ ആലപ്പുഴയിലെ ടൂറിസ്റ്റായി നമ്മൾ എത്തിയിട്ടുന്ന 2ാമത്തെ ദിവസമാണ്. രാവിലെ എല്ലാവരും കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആദ്യമേ നമ്മൾ ചെയ്തത് കയാക്കിംഗ്. വളരെ രസകരമായിരുന്നു കയാക്കിംഗ്. ഇപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഹൗസ് ബോട്ട് പ്രകൃതി രമണീയമായ ആലപ്പുഴയെ നമ്മൾ മുഴുവൻ കാണാൻ പോവുകയാണ്. ഹൗസ് ബോട്ടിൽ നിന്നുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിക്കുന്നു. എല്ലാവരും കാണുക. എല്ലാവർക്കും ശുഭദിനം. ശുഭദിനം. ഹൗസ് ബോട്ടിങ്ങിനെ പറ്റി പറയാനുള്ളത്? ഹൗസ് ബോട്ടിംഗ് വളരെ നല്ലൊരു പരിപാടിയാണ്. ഐ പ്രിഫർ നൈറ്റ് ഹൗസ് ബോട്ടിംഗ് ആയിരിക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് DJ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ഫുഡിംഗ് ഉണ്ട്. നല്ല പാർട്ടിയൊക്കെ രാത്രി പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ രാത്രി പാർട്ടിയൊക്കെ ബോട്ടിൽ നടത്താം. ഞാനിത് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. പിന്നെ കൊള്ളാം, നല്ല വെതറാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഫാമിലി ആണെങ്കിലും അടിപൊളിയാണ്. എല്ലാം അടിപൊളിയാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് വരണം. അവർക്കും ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകുമല്ലോ. ഇതാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട്. ഇവിടുത്തെ ആൾക്കാർ ഡെയിലി പോകാൻ ഉപയോഗിക്കുന്ന ആലപ്പുഴ കായൽപ്പുറം. നമുക്ക് വേണ്ടി ഓൺ അടിച്ചു തന്നാ തോന്നുന്നു. ഇത് ഇവിടുത്തെ KE കാർമൽ പബ്ലിക് സ്കൂൾ. പള്ളി, സ്കൂൾ എല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലമാണ്. കഥ ചൊല്ലി അത് പിന്നെ
നടുക്കിരുന്നവളാണേ നീ നടുക്കിരുന്നവളാണേ നീ പൊട്ടിയ കുപ്പായം മുടക്ക മണ്ണണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ നടുക്കിരുന്നവളാണേ നീ Wonderful baby, hit it hard baby, rock the party baby, patoolengi Porsche. Wonderful baby, hit it hard baby, rock the party baby, patoolengi Porsche. Kuttiya kuppayam eduthu mandana kalakke vidiki pinne ennode nechil nadukirunnavalane nee nadukirunnavalane nee padikkalangane ninnalum padacharatte enne ullil padakka pidiga kattunne padakka pidiga kattunne on the floor baby hit it hard baby rock the body baby patoolengi Porsche on the floor baby hit it hard baby rock the body baby patoolengi Porsche on the floor baby hit it hard baby rock the body baby patoolengi Porsche. പോരെ ഇനി നേരെയാക്കണോ? ഓടിക്കാൻ പഠിച്ചല്ലോ. നേരെ ഇരുന്നോട്ടോ, ഇനി ഞാൻ ഓടിച്ചോളാം. ഇനി ഞാൻ നോക്കിക്കോളാം അത്. തിരിഞ്ഞോ 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 എങ്ങോട്ട് വേണമെങ്കിൽ ഇപ്പൊ നമ്മോട്ട് നേരെ നോക്കോണ്ടിരിക്കുന്നത്. ആ ഞാൻ പിടിച്ചു. ഹലോ ഗായ്സ്, ഇതാ നമ്മളിവിടുന്ന് ഹോസ്പിറ്റലിൽ തിരിച്ചു പോകാൻ കേട്ടോ. നമ്മൾ നല്ല ഉള്ളിലേക്ക് പോയായിരുന്നു, കാടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നല്ല മഴക്കോളുള്ളത് കൊണ്ട് വെതർ ശരിയല്ല എന്ന് പറഞ്ഞു. മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ബോട്ട് മറിയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. സൂപ്പർ എക്സ്പീരിയൻസ്. നമ്മളൊന്ന് ശരിക്കും വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ കുറേ നേരം പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു. എന്താ പറയുക, നല്ല രസമാണ്. എന്താ പറയുക, ചെറിയൊരു മഴയൊക്കെ ചാറുന്നുണ്ട്. മിക്കവാറും ഇന്നലത്തെ പോലെ തന്നെ ബോട്ടിങ് മഴയിൽ തീരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് കാണാം.
ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ. എന്റെ പേരെന്നാ? എൻ്റെ പേര് അജയൻ. അജയൻ. ചേട്ടൻ എത്ര നാളായി ബോട്ടിൽ? ഞാൻ 2008 മുതൽ. 2008 മുതൽ. അപ്പൊ എവിടെ ഇത് പഠിക്കുകയൊക്കെ ചെയ്തേ? ഇത് ഈ ബോട്ടിൽ തന്നെ ഓടിച്ച് പഠിച്ചതാണ്. ഞാൻ വേറെ സ്രാങ്കിൻ്റെ കീഴിൽ നിന്ന് പഠിച്ചു. പിന്നെ ഒരു വർഷം ഇത് ഒരു 4 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ബോട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അതിനുശേഷം എങ്ങനെയുണ്ട് ഈ ബോട്ട് ഓടിക്കുന്ന? ബോട്ട് ഓടിക്കുന്നത് കാറ്റ് ഉണ്ടെങ്കിലേ പ്രശ്നമാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മഴയൊന്നും ഒരു പ്രശ്നമല്ല. കാറ്റ് മഴക്കാലത്ത് കായലിലൊക്കെ ഓടിക്കുന്ന ഇച്ചിരി റിസ്ക് ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല. 2008 മുതൽ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഒരു അപകടം ചേട്ടൻ ഓടിക്കുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. കാര്യം അതനുസരിച്ച് നമ്മുടെ കയ്യിലാണ് സ്റ്റിയറിംഗ് ഇരിക്കുന്നത്. ബോട്ടെ വരുന്ന ഗസ്റ്റിന് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മളത് പറയും, കാറ്റാണ്, കായലിലേക്ക് പോകാൻ പറ്റില്ല എങ്കിൽ അത് ആ വഴി തിരിച്ചു വിടുകയോ സേഫായിട്ട് നമ്മൾ മാറ്റുകയോ ചെയ്യും. റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല. കാരണം ഇത് വെള്ളത്തിൽ ഇപ്പൊ ഗസ്റ്റ് പറയാണ് ഞങ്ങൾക്ക് പോകണം, ഇപ്പൊ പോയി നോക്കണം, വഴിമര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കും. അവര് പറയാ പോകണം എന്ന് പറഞ്ഞാൽ അതുപോലെ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പോവില്ല. ഇല്ല. അഥവാ അവർ ചിലർക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്നൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ സുരക്ഷിതമായ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങും കൂടെ. അങ്ങനെ അല്ലാതെ ഉണ്ട്. അവിടെ ഞാൻ കൂടി ഇറങ്ങിയിട്ട് ഇറക്കുള്ളൂ. അല്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ല. ഈ മദ്യപിച്ചിട്ടൊക്കെ ചിലർ വരുന്നവരുണ്ട്, ഇറങ്ങുമെന്ന് നീന്താൻ അറിയാതെ വന്നു കഴിഞ്ഞാൽ അബദ്ധത്തിലേക്ക്. അപ്പം ചേട്ടനാണെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ എത്രത്തോളം ആകും ഇതിന്റെ എക്സ്പെൻസ് കാര്യങ്ങൾ? ഇപ്പൊ ഒരാൾ പുതിയതായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബോട്ടിന് സാധാരണ ഇത് സിംഗിൾ ബോട്ടാണ്. ഒരു ഫാമിലി ഓവർനൈറ്റ് ആണെങ്കിൽ വരുന്ന ഒരു ഫാമിലിയാണ് വരുന്നത്. ഒരു ഫാമിലി ഇപ്പോൾ ഓടുന്നത് 6500 രൂപയാണ് ഒരു ഓവർനൈറ്റ് എന്ന് പറയുന്നത്. ഡേ ക്രൂസ് ഓടും, അത് കൂടുതൽ ആൾക്കാർ 10-15 ആൾക്കാരൊക്കെ ആയിട്ട് അത് ഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് 11 മണി തൊട്ട് 5 മണി വരെ. ഓവർനൈറ്റ് ആണെങ്കിൽ 12 മണിക്ക് ചെക്ക് ഇൻ ആവും. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ചെക്ക് ഔട്ട്. ലഞ്ച്, ടീ, സ്നാക്സ്, ഡിന്നർ, പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഡേ ട്രിപ്പ് ആണെങ്കിൽ 11 തൊട്ട് 5 മണി വരെ ഉണ്ടാവുള്ളൂ. അവർക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാവും, ചായ, സ്നാക്സ് ഉണ്ടാവും. ലഞ്ച് ഇപ്പോൾ കരിമീൻ, ഫിഷ് ഫ്രൈ മസ്റ്റായി. കുട്ടനാടൻ ചെറുതായ കരിമീൻ, അതുപോലെ ചിലർ പറയുകയാണ് കക്കയിറച്ചി, അങ്ങനെയൊക്കെയുള്ള കുട്ടനാട്ടുകാരുടേതായ അതൊക്കെ, താറാവ് നമ്മൾ ഓർഡർ ചെയ്യാണ്. നോർമൽ ആണെങ്കിൽ ചിക്കന്, കരിമീന്, പിന്നെ സാമ്പാർ, തോരൻ, അങ്ങനെയൊക്കെയുള്ള ഒരു മീൽസ് ആയിരിക്കും. ഉണ്ട്. ഫിഷിംഗ് റോഡൊക്കെ ഇരിപ്പുണ്ട്. ചെയ്തു തരും. അതിന് കുക്കുണ്ടല്ലോ, പുള്ളി ചെയ്തു തരും. എങ്ങനെയുണ്ട് ഹൗസ് ബോട്ട്? ഒരു ലാഭകരമാണോ? നല്ലൊരു വരുമാനം കിട്ടും? ഹൗസ് ബോട്ട് നേരത്തെ ലാഭകരമായിരുന്നു. ഇപ്പോൾ വലിയ ലാഭമില്ല. കാരണം ഇപ്പോൾ ഡീസലിൻ്റെ ഇത്, അതുപോലെ തന്നെ സാലറി സ്റ്റാഫിൻ്റെ 2008 ഒരാളിന് 2000 രൂപ ശമ്പളവും 110 രൂപ ബാറ്റയുമായിരുന്നു. അതുപോലെ തന്നെ 20-25 രൂപ ഡീസലിനുള്ളായിരുന്നു. ഇന്ന് ആ ഡീസൽ 100 രൂപയ്ക്ക് മേളിലാണ്. ശമ്പളം 20,000 രൂപയുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ എന്നാൽ റേറ്റ് ഒന്നും കൂടിയിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഈ റേറ്റ് തന്നെയായിരുന്നു. 6000-6500 രൂപ റേഞ്ചിലായിരുന്നു 2008 ഒരു സിംഗിൾ AC ഓടിക്കൊണ്ടിരുന്നത്. ആ അതേ റേറ്റ് തന്നെയാണ് 2023 ഓടുന്നത്. പിന്നെ മെയിൻ്റനൻസ് കൃത്യമായി ഇപ്പോൾ പാസ് എടുക്കണം. നമ്മളിത് ഇപ്പോൾ ഒരു പാസ്, ഒരു ഡെയിലി എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാസ്സാണ്. 100 രൂപ വെച്ച് എടുക്കണം. എന്നിട്ട് ഈ പാസ് കാണിച്ചാൽ ഇല്ലെങ്കിൽ അതിന് ഫൈനാണ്. അപ്പോൾ ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കാണണം. ഏത് സ്റ്റേറ്റുകാരാണ്, എപ്പോഴാണ് ചെക്ക് ഇൻ ആകുന്നത്, എപ്പോഴാണ് ചെക്ക് ഔട്ട് ആകുന്നതൊക്കെ കാണണം. എല്ലാ ഡീറ്റെയിൽസും ഇത് നിങ്ങൾ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്? ഉണ്ട്. അവർ തരുന്ന പാസ്സാണ്. ഗവൺമെന്റിന്റെ എല്ലാ ദിവസവും പാസ് കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഓട്ടോ ഉള്ള ദിവസം എടുക്കണം. അത് DTPCയുടെ 2 സെന്ററുകളുണ്ട്, ആലപ്പുഴയിലും പള്ളാത്തുരുത്തിലുമായിട്ട്. ഇതിപ്പോ 1 BHK ഒരു ബെഡ്റൂം. അതെ, ഒരു ബെഡ്റൂം. പിന്നെ ഡേ ക്രൂയിസ് ആണെങ്കിൽ 15 ആള് അല്ലെ 20 ആളിനൊക്കെ പോകാൻ പറ്റും. ലിവിംഗ് ഏരിയ ഉണ്ട് അപ്പുറത്തൊക്കെ. ഒരു ഹണിമൂൺ കപ്പിൾസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഡേ ക്രൂയിസിന് ഇപ്പം 15 ഇത്രയും കുറെ സെറ്റ് ആയിട്ട് ഡേ ക്രൂയിസിന് വരുമ്പം ഏകദേശം എത്രത്തോളം അതിന് ബോട്ടിന് ചാർജ് വരുന്നുണ്ട്? ഡേ ക്രൂയിസിന് പെർ ഹെഡ് ആണ്. അവർക്ക് ഫുഡിന് ഒരാളിന് ഒരു 400 രൂപ വെച്ച് ചാർജ് ഈടാക്കും. ഫുഡിന്റെ ചാർജ് ബോട്ടിന് അന്നേരം ഒരു 5500 വെച്ച് റേറ്റ് ബോട്ടിന്റെ മാത്രം.
പ്ലസ് എക്സ്ട്രാ ഫുഡ്. ഓക്കെ, ബോട്ടിന്റെ ഇത്ര പൈസ പിന്നെ എക്സ്ട്രാ ഫുഡ്. ഓക്കെ. ചേട്ടൻ ഈ ഹൗസ് ബോട്ട് മാത്രം വരുമാനം വെച്ച് ജീവിക്കുന്ന ആളാണോ? വേറെ ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു ജീവിതം? ഇവിടെ 2008 പറയാണ് ആ സമയത്ത് ഞങ്ങൾ എൻ്റെ ഫാമിലി ഈ ബോട്ടിലായിരുന്നു ഞങ്ങൾ 22 ദിവസം താമസിച്ചിരുന്നത്. കാരണം വേറെ എങ്ങും പോകാൻ പറ്റിയില്ല. അപ്പൊ അതിനുള്ള ഡീസലും കാര്യങ്ങളൊക്കെ ഇതിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലേ, എന്നാലും ഇത് വെള്ളത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഫ്ലഡ് വരുന്ന സമയത്ത് അതൊരു ഡേഞ്ചർ അല്ലേ? അത് ഞങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് കൽക്കട്ടയിലേക്ക് കയറാതൊക്കെ നോക്കി നിന്നു. കാരണം നമ്മളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ കാര്യം. അതെ. കാര്യം ദൂരേക്ക് പോകാൻ അമ്മയൊക്കെ ഉണ്ടായിരുന്നു, പ്രായമുള്ള അതൊക്കെ കണ്ട് ഇവരൊക്കെ ആയിട്ട് ക്യാമ്പിലേക്കൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ട്. ഇങ്ങനെ ഒരു ഹൗസ് ബോട്ട് ഉള്ളവർക്ക് വലിയ അല്ലെങ്കിൽ പോകേണ്ടി വന്നേനെ. അപ്പൊ ഇത് ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല. അതുകൊണ്ട് ഇത് നോക്കുകയും ചെയ്യാം, ഞങ്ങൾക്ക് ജീവിക്കുകയും ചെയ്യാം. ചേട്ടൻ ഭയങ്കര ആഗ്രഹത്തോടെ ചെയ്യുന്ന ഒരു ജോലിയായിരിക്കും. അതെ. എനിക്ക് നേരത്തെ ഞാനൊരു നീന്തലുകാരനായിരുന്നു. ആ സമയത്ത് എനിക്ക് കോഴ്സിലൊക്കെ കിട്ടിയതാണ്. ഞാൻ ഒരു മകനായതുകൊണ്ട് ജോലിക്ക് പോകാതെ നോക്കേണ്ട ആളെ. ചേട്ടാ, 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമ്മുടെ ഈ ഹൗസ് ബോട്ടിന്റെ പേരെന്താ? ഈ ഹൗസ് ബോട്ടിന്റെ ലേക്ക് ഡ്രീംസ്. അപ്പൊ ഇപ്പൊ ഒരാൾക്ക് അല്ലെ ഒരു ടൂറിസ്റ്റുകൾക്ക് വരണമെങ്കിൽ എങ്ങനെ ഈ ബോട്ട് ബുക്ക് ചെയ്യാം? ചേട്ടൻ്റെ ഈ ബോട്ട് എൻ്റെ നമ്പറുണ്ട്. പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യുന്ന കേരള നമസ്തേ ക്രൂയിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. കേരള നമസ്തേ ക്രൂയിസ്. അത് ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യും. ഇട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോക്കകത്ത് പറയാം. 94469464661 ഇതാണ് എൻ്റെ നമ്പർ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ട് ഓടുന്ന ബോട്ടില്ലേ, അതിനെങ്ങനെ ചാർജ് ഒക്കെ വരുന്നത്? അത് 15 രൂപ, 10 രൂപ, 15 രൂപ ടിക്കറ്റ് ചാർജ്. നമ്മുടെ ബസ് പോലെ തന്നെ. ഒരു പ്രാവശ്യം കയറുന്നതിന് 15 രൂപ ടിക്കറ്റ് ചാർജ്. നമ്മുടെ ബസ് പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ. ഇപ്പൊ ഇവിടുന്ന് ബസ് ഫെയർ കിലോമീറ്റർ ഇതിപ്പോ എത്ര ദൂരം പോകാനാണെങ്കിലും 15 രൂപ. പിന്നെ ആലപ്പുഴയ്ക്കാണെങ്കിൽ കൂടുതൽ ചാർജ്. നമുക്കൊരു മിനിമം അടുത്ത അക്കരയിൽ ഇറങ്ങേണ്ടത് മിനിമം പോയിന്റ് അത്രയോ. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റിയ പാസ് അങ്ങനെയൊന്നും ഇല്ല അല്ലെ? അങ്ങനെയില്ല. കുട്ടികൾക്കുണ്ട് പാസ്. സ്കൂളിൽ പോകുന്നവർക്ക് പാസ് ഇല്ല. ശരിക്കും അങ്ങനെ ഒരു പാസ് ഒക്കെ അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അവര് പാസ് കൊടുക്കാൻ പറഞ്ഞാൽ ജലഗതാഗത വകുപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യ സാധന നിയമപ്രകാരം ഉപയോഗിക്കുന്നത്. അതായത് അത് ലാഭകരമല്ല. ചെലവിന്റെ 4 ഇരട്ടി അല്ല 4-1 പോലും വരുമാനം കാണില്ല. അതിപ്പോ നമ്മളിപ്പോ ഒരു കാറൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിന് ഇൻഷുറൻസ്, ടാക്സ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഹൗസ് ബോട്ടിനും അങ്ങനെയൊക്കെ ഉണ്ടാവത്തില്ലേ? ഉണ്ട്. ഈ ബോട്ടില് ഇതിന് ഇൻഷുറൻസ് പാസഞ്ചേഴ്സിന് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഫുൾ കവർ വേണം, അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് ഞങ്ങൾ തേർഡ് പാർട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെന്ന് വെച്ചാൽ പേപ്പർ ഉള്ള വെള്ളത്തിന് മാത്രമേ ലൈസൻസ് ഉള്ളൂ, ഈ ഇൻഷുറൻസ് ഉള്ളൂ. കാരണം ഈ പേപ്പർ കാണിക്കാതെ ഇൻഷുറൻസ് കിട്ടത്തില്ല. തേർഡ് പാർട്ടി ആകുമ്പോൾ ഇൻഷുറൻസ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ബോട്ടിലെ സ്റ്റാഫിനും ഗസ്റ്റിനും മാത്രം. അല്ലാതെ ഇതിന് വെറുതെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാലേ കിട്ടുള്ളൂ. കാരണം ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ 25-30 ലക്ഷം രൂപയൊക്കെ അവർ ചെയ്യും. അപ്പോൾ 30,000 രൂപ വെച്ച് ഓരോ ആണ്ടിലും അടയ്ക്കണം. അങ്ങനെ ഞങ്ങൾ ആദ്യ കാലത്തൊക്കെ അങ്ങനെ അടച്ചുവിട്ടില്ല. ഇപ്പൊ പിന്നെ അത് തേർഡ് പാർട്ടി ആക്കി മാറ്റി. അതിന്റെ ആവശ്യം വരുന്നു. അതുകൊണ്ട് ആ 2 ബെഡ്റൂമിന്റെ അല്ലേ? ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ള മനുഷ്യരാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നവരൊക്കെ അല്ലേ? ഇവിടെ കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ ഓരോ തുരുത്തുകളാണ്. ഇവിടെയൊക്കെ വളരെ കോപ്പറേറ്റീവ്. ടൗണിലെ പോലെയല്ല. അതെ അതെ. ഈ ലക്ഷദ്വീപിലും അതുപോലെയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ ആണ്. ഇവിടെയൊക്കെ ഒരു ഫംഗ്ഷൻ, എന്തെങ്കിലും ഒരു കല്യാണം അല്ലെ അതെന്തെങ്കിലും ഒരു ചടങ്ങുകൾ വന്നാൽ എല്ലാവരും കോപ്പറേറ്റീവാണ്. ഈ ടൗണിലൊക്കെ ആണെങ്കിൽ സെൽഫിഷ് ആണ്. എല്ലാവരും അവനവന്റെ കാര്യങ്ങളേ ഉള്ളൂ. വേറെ ആരെയും വരത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ തന്നെയാണ്. ഇപ്പൊ ഒരു പന്തലിടണം, എല്ലാവരും കൂടെ വരും, ആഘോഷമാക്കും പരിപാടികൾ. അതിന്റെ രീതികൾ അതിപ്പോഴും ഈ കുട്ടനാട്ടിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ടൗണിലൊന്നും ഇല്ല അങ്ങനെയൊന്നും. ടൗണിലൊക്കെ നമ്മളിപ്പോ അവനവന്റെ കാര്യങ്ങളാണ്. പൈസ കൊടുക്കുക, അവനവൻ ചെയ്യണം, എല്ലാം പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു. എല്ലാം ഇപ്പൊ ആൾക്കാരെ ഏൽപ്പിക്കലാണല്ലോ. ഇവിടെ അങ്ങനെയല്ല. ശരിക്കും അതൊക്കെ ഒരു നല്ലൊരു ലൈഫാണ്. ശരിക്കും ഇല്ലാതായി വരുന്ന എല്ലാം മറന്നൊരു ഇത് വരുമ്പോ എല്ലാവരും ഒരുപോലെ. അതെന്താന്ന് ചോദിച്ചാൽ ഇവിടെ വേറെ യാത്രാ സൗകര്യങ്ങളില്ല, മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. സൗകര്യങ്ങളില്ല. അത് തന്നെ. പണ്ട്
കൊല്ലത്ത്. ഇപ്പൊ അതൊന്നും വേണ്ട. അതെ, ഇപ്പൊ എല്ലാവർക്കും സൗകര്യങ്ങളായി. അങ്കിൾ എങ്ങനെയുണ്ടായിരുന്നു ഹൗസ് ബോട്ടിംഗ്? അടിപൊളി യാത്ര, വളരെ രസകരമായിരുന്നു. ഇനിയും വരണം, നീ പറഞ്ഞു. എല്ലാവരും വന്ന് ഹൗസ് ബോട്ട് യാത്ര ആസ്വദിക്കുക. അതെ, മമ്മിക്ക് എന്നാ പറയാനുള്ളത്? നല്ല യാത്രയായിരുന്നു, ജീവിതത്തിൽ മറക്കാനാവാത്ത. പിന്നെ ഇവരുടെ പെരുമാറ്റം നന്നായിരുന്നു. നല്ല സ്ട്രോങ് ചായ കിട്ടി, ക്ഷീണമൊക്കെ മാറി. ഇനി അവർക്ക് ഇതുപോലെ ഒത്തിരി ആൾക്കാരായിട്ട് കിട്ടട്ടെ. അതെ, ആലപ്പുഴ വളരട്ടെ. അപ്പൊ ശരി, ബൈ ബൈ, താങ്ക് യു. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ ഹൗസ് ബോട്ട് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ട്രിപ്പും ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി റൂമിൽ ചെന്നിട്ട് നമ്മൾ വെക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ലഞ്ച് കഴിക്കുന്നു, വീട്ടിൽ പോകുന്നു. അതാണ് നമ്മുടെ ഇനിയുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം എവിടെയും വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് ആലപ്പുഴയൊക്കെ വന്ന് കാണുക. എന്താ പറയുക, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്, അടിപൊളിയാണ്. ടൗൺ ലൈഫൊക്കെ വിട്ട് മാറി ഒരു എന്താ പറയുക വില്ലേജ് ലൈഫ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഞങ്ങളുടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്, സർപ്രൈസിങ് വീഡിയോസ് വരുന്നുണ്ട്, ട്രിപ്പ് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഓക്കെ, ബൈ. ബൈ.